വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടും പോപ്പുലർ ഫ്രണ്ട് അതിന്റെ ഒരു ഇമ്പാക്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു പുതിയ ഉദാഹരണം. ഇന്ന് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസി NIA മിന്നൽ പരിശോധന നടത്തിയിരിക്കുകയാണ്. റെയ്ഡ് നിരോധിത സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ഇന്ത്യ, SDPI എന്നിവയുടെ മുൻ ഭാരവാഹികളുടെ വീട്ടിലും ഓഫീസിലുമാണ് റെയ്ഡ് നടത്തിയത്. ബുധനാഴ്ച പുലർച്ചെ മുതൽ റെയ്ഡ് ആരംഭിച്ചു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും നിരോധിത സംഘടനയുടെ പുനരുജ്ജീവന ശ്രമങ്ങൾക്കും സാമ്പത്തിക സഹായം വീണ്ടും ലഭിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ രഹസ്യ വിവരത്തെ തുടർന്നാണ് ഈ റെയ്ഡ് നടക്കുന്നത്. ന്യൂസ് ഇന്ത്യ മലയാളം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന ഒരു ചാനലായതുകൊണ്ട് തന്നെ നമ്മളൊരു 3 മാസം മുമ്പോ 6 മാസം മുമ്പോ ഒരു വാർത്ത കൊടുത്ത ബിജുചേട്ടന് ഓർമ്മയുണ്ടോ? അതായത് പോപ്പുലർ ഫ്രണ്ട് ഇവിടെ അവരുടെ മോഡ്യൂളുകൾ ഉണ്ടാകുന്നു. പോരാത്തതിന് ഇവർ ഇന്ത്യൻ ബാങ്കുകൾ ഉപയോഗിക്കാതെ വിദേശ ബാങ്കുകൾ വഴി ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കാനായി പൈസ സ്വരൂപിച്ച് ഇവർ എന്ത് ചെയ്യുന്നു, ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള വാർത്തകൾ അന്ന് നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. മിക്കവാറും ഇതിനെതിരെ ഒരു പൂട്ട് വീഴാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് അന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ സംഭവം ഇന്ന് സ്വാഭാവികമായിട്ടും ഈ നമ്മുടെ കേരളത്തിലും കർണാടകയിലും ഒക്കെയാണല്ലോ പോപ്പുലർ ഫ്രണ്ട് ശക്തം. ഉത്തരേന്ത്യയിൽ അത്ര ശക്തമല്ല പോപ്പുലർ ഫ്രണ്ട്, കാരണം അവന്മാര് കുത്തി നിർത്തും. അതുകൊണ്ട് അവന്മാര് അങ്ങോട്ടേക്ക് വലിയ കടക്കലില്ല. ഇപ്പോൾ തൃശൂർ ചാവക്കാട് SDPI നേതാവ് ഫാമിസ് അബൂബക്കറിന്റെ വീട്ടിൽ NIA സംഘം പരിശോധന നടത്തി. PFIയുടെ മുൻ ജില്ലാ നേതാവായിട്ടുള്ള ഇയാളുടെ വീട്ടിൽ പുലർച്ചെ 4 മണിയോടെയാണ് ഉദ്യോഗസ്ഥർ എത്തിയത്. ചേട്ടാ, അന്ന് ഞാൻ ചോദിച്ച ഡൗട്ടാണ്, ഇന്ന് ഞാനത് വീണ്ടും ചോദിക്കുകയാണ്. കാരണം നമുക്കൊരു സംഘടനയെ നിരോധിക്കാം, ഇവരുടെ ഈ ആശയത്തെ നമ്മൾ എങ്ങനെയാണ് നിരോധിക്കുക? ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് SDPI, സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് അവർ പറയുന്നതെങ്കിലും അടിമുടി മത തീവ്രവാദമാണ് യുവമാർ അകത്തൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ നേതാവ് ഈ SDPIയിൽ വന്നിട്ട് അവിടെ ഈ ഭീകര പ്രവർത്തനങ്ങൾ തുടരുകയാണ്. പോരാത്തതിന് ഈ SDPI ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ പൊളിറ്റിക്കൽ പാർട്ടി ആയതുകൊണ്ട് ഇലക്ഷന് നിൽക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ 100 ഇടങ്ങളിൽ അവർ വിജയിച്ചിട്ടുമുണ്ട് എന്നുള്ള ഒരു വിജയാഘോഷമൊക്കെ നമ്മളിപ്പോ കണ്ടതുമാണ്. പോരാത്തതിന് ഇപ്പോ നമ്മുടെ കേരളത്തിലുള്ള പല ആൾക്കാരും പറയുന്നത് ഈ UDFന് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടിയാൽ അത് SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലായിരിക്കും ആ ഭരണം പോകുന്നതെന്ന് പറയുന്നു. വലിയൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അപ്പോൾ വരും എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം ഈ UDFന്റെ ഭരണകാലത്ത് എന്തൊക്കെയാണ് ആ സമയത്ത് നടന്നതെന്ന്. ഞാനന്ന് പഠിക്കുകയായിരുന്നെങ്കിലും എനിക്ക് വിദൂരമായിട്ടുള്ള ഒരു ഓർമ്മയുണ്ട്. കാരണം ഈ മലപ്പുറത്തെ സ്കൂളുകളുടെ ബോർഡുകളിൽ പച്ച പെയിന്റ് അടിക്കുക, കറുത്ത ബോർഡ് വേണ്ട ഇനി പച്ച ബോർഡ് മതി എന്ന് പറയുക, നിലവിളക്ക് കത്തിക്കാതിരുന്നിട്ട് പരസ്യമായിട്ട് വന്നവർ അതിനെ ന്യായീകരിക്കുകയാണ്. ഞങ്ങൾ നിലവിളക്ക് കത്തിക്കില്ല, നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു. അന്ന് RSS അല്ലല്ലോ ഭരിക്കുന്നത്. DYFI പ്രവർത്തകർ അന്ന് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ നിലവിളക്ക് കൊളുത്തി പ്രതിഷേധമൊക്കെ നടത്തിയത് നമുക്കറിയാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ PFIയുടെ ഈ ഒരു ആശയവും ഇവരുടെ കയ്യിൽ ഈ ഭരണം കൂടെ, അധികാരം കൂടെ കിട്ടുമ്പോൾ അത് വേറൊരു വലിയ തലത്തിൽ പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ ഇത്തരത്തിലുള്ള റെയ്ഡുകൾ കൊണ്ട് ആ ആശയത്തെ നമുക്ക് പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ ഇവരെ നമുക്ക് തടയിടാനോ സാധിക്കുമോ? ഈ ഇപ്പൊ SDPI നിരോധിക്കേണ്ട ഒരു പാർട്ടി തന്നെയാണ്. ആ SDPI നിരോധിച്ചു കഴിഞ്ഞാലും നാളെ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ പിൻബലത്തോടുകൂടി അല്ലെങ്കിൽ രൂപത്തിൽ ഇവർ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കൂടെ വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ എടുക്കുന്നു എന്നുള്ള ഒരു വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അത് സന്തോഷമാണ്. പക്ഷേ CPM ഈ ഇടയ്ക്ക് ഒരു പോളിറ്റ് ബ്യൂറോയിൽ അവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു കുറിപ്പിറക്കിയിരുന്നു. കാരണം പോപ്പുലർ ഫ്രണ്ട് ഭീകരർ CPMനകത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം എല്ലാ തുറയിലും യുവമാരിങ്ങനെ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ തുറയിലും. എനിക്ക് ഡൗട്ടുണ്ട് BJPക്കകത്തും വേണമെങ്കിൽ ഇവർ നുഴഞ്ഞു കയറും കേട്ടോ. ഇപ്പൊ ഇനി ഇതല്ലാതെ വേറെ വഴിയില്ല. നിങ്ങൾക്ക് പൊളിറ്റിക്കൽ പാർട്ടിയെ ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരിൽ ഒരാളായി മാറി അവരുടെ ആശയങ്ങളിൽ കൂടെ പ്രവർത്തിച്ച് അവരെ അട്ടിമറിക്കുക എന്നുള്ളതാണ് ഇവരുടെ പുതിയ നയം എന്ന് പറയുന്നത്. എന്താണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു ഈ പോപ്പുലർ ഫ്രണ്ട് രൂപീകൃതമായതിനു ശേഷം, നമ്മുടെ ഈ ചാനൽ നിലവിൽ വന്നതിന് ശേഷം കൃത്യമായി തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ വാർത്തകൾ, മറ്റ് സംഘടനകളുടെ വാർത്തകൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. അതല്ലാതെ പോപ്പുലർ ഫ്രണ്ടിന്റെ വാർത്തകൾ കൊടുക്കുന്നത് ന്യൂസ് ഇന്ത്യ മലയാളം അല്ലേ ചേട്ടൻ? എന്തോരം ഭീഷണിയാ വന്നിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട്. അപ്പൊ അത് മുതലേ വന്നിട്ടുണ്ട്. അത് മാത്രവുമല്ല, നമ്മൾ ഈ 3 മാസം മുമ്പ് നമ്മളൊരു വാർത്ത കൊടുത്തിരുന്നു. നമ്മൾ ആ കൊടുത്ത വാർത്ത എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പല മൊഡ്യൂളുകളും കേരളത്തിൽ സജീവമാണെന്നും അവ എങ്ങനെയാണ് ഫണ്ട് സ്വരൂപിക്കുന്നതെന്നും ആ ഫണ്ട് എങ്ങനെയാണ് താഴെത്തട്ടിൽ എത്തിക്കുന്നതെന്നും അതിന് ഇന്ത്യൻ ബാങ്കുകളല്ല അവർ യൂസ് ചെയ്യുന്നത്, മറ്റ് ബാങ്കുകളെ, ഫോറിൻ ബാങ്കുകളെ ഉപയോഗിച്ചുകൊണ്ട് ഏത് രീതിയിലാണ് വരുന്നത് സമഗ്രമായിട്ട് തന്നെ നമ്മളൊരു അനാലിസിസ് നമ്മളത് നടത്തിയിരുന്നു. അന്ന് നമ്മൾ പറയുകയുണ്ടായി, ഇത് ഏതായാലും അങ്ങനെ ഒരു വിവരം നമുക്ക് കിട്ടി നമ്മൾ അനാലിസിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു വിവരം നമുക്ക് ലഭ്യമാകണമെങ്കിൽ ഒരു സോഴ്സ് ഉണ്ടാകണം, ഒരു പുറത്തുണ്ടാകണം. അപ്പൊ നമ്മുടെ സർക്കാർ വൃത്തങ്ങൾ അത് സജീവമായി തന്നെ ഉണ്ടായിരുന്നു സാരം. ഇന്നിപ്പോ പുലർച്ചെ മുതൽ വീണ്ടും റെയ്ഡ് ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ പ്രത്യേകമായി പറയുന്ന ഒരു കാര്യമുണ്ട്, SDPക്കാർ നിരന്തരം പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിരന്തരം പറയുന്ന ഒരു കാര്യമുണ്ട്. SDPI എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, അതിനെ നിരോധിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ത്യയിൽ പൊളിറ്റിക്കൽ പാർട്ടിയെ നിരോധിച്ച ചരിത്രമുണ്ട്, അതിനെക്കുറിച്ച് എന്താ ആരും മിണ്ടാത്തത്?
ഇന്ത്യയിൽ പൊളിറ്റിക്കൽ പാർട്ടി നിരോധിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടി, ഇന്നിപ്പോ അവർക്ക് ഇന്ന് ഇപ്രാവശ്യം കുറവാ, 3-4 MLA മാരുണ്ട്. ബീഹാറിലുണ്ട്. കഴിഞ്ഞ തവണ അവർക്ക് 8 MLA മാരുണ്ട്. അത് നിരോധനം മാറി, 5 വർഷത്തേക്കാണ് നമ്മൾ നിരോധിക്കുന്നത്. നിരോധനം അവർ മറികടന്നിരുന്നു. ഇപ്പോൾ അവരുടെ ബേസ് എന്ന് പറയുന്നത് മാവോയിസ്റ്റുകളായിരുന്നു അവർ, ഈ നക്സലുകള്. അപ്പൊ അതിന്റെ ബേസിലായിരുന്നു ഈ രാഷ്ട്രീയ പാർട്ടി രൂപം കൊണ്ടത്. പിന്നീട് അവർ ആ ഭാഗത്തെ കല്ലാധിപത്യമാണ്. വിപ്ലവം തോക്കുംകുഴലിലൂടെ അല്ല, വിപ്ലവം പൊതുപ്രവർത്തനത്തിലൂടെയാണ്, ജനാധിപത്യത്തിലൂടെയാണെന്നും പറഞ്ഞ് ആ പാർട്ടി തിരിച്ചു വരികയും വീണ്ടും ഇപ്പൊ സജീവമായിട്ടുണ്ട്. അപ്പൊ രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കാൻ കഴിയില്ല എന്നത് തെറ്റായ ഒരു കാര്യമാണ്. ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ രാഷ്ട്രീയ പാർട്ടിയെ നിരോധിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഇത് സാധാരണ ഒരു നിരോധനമല്ല. നമ്മുടെ ഇന്ത്യയിൽ RSSനെയും മറ്റുമൊക്കെ നിരോധിച്ചിട്ടുണ്ട്. ആ നിരോധനം മറികടന്നുകൊണ്ട് വിധി സമ്പാദിച്ചുകൊണ്ട് RSS വീണ്ടും സജീവമായിട്ടുമുണ്ട്. അപ്പൊ എല്ലാവരുടെയും ധാരണ നിരോധിച്ചു കഴിഞ്ഞാൽ മറ്റു പല പേരുകളിലും ഈ സംഘടനകൾ വരും, ഇല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷെ അതിന് തടയിട്ടുകൊണ്ട് 2019 ശ്രീമാൻ അമിത്ഷാ പാർലമെന്റിൽ ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നിരുന്നു. അതായത് ഈ സംഘടനകളെ നിരോധിക്കുമ്പോൾ സംഘടനകളെ മാത്രമല്ല നിരോധിക്കുന്നത്, അതിലുള്ള വ്യക്തികളെ കുടിക്കുന്നുണ്ട്. അതാണ് ആ നിയമത്തിന്റെ പ്രത്യേകത. മുമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സംഘടനയെ മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ഈ സംഘടനയിലുള്ള പ്രവർത്തകർക്ക് അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് മറ്റ് സംഘടനകളെ പ്രവർത്തിക്കുന്നതിന് വിലക്കുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ തടസ്സമുണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. നിരോധനം എന്ന് പറയുമ്പോൾ സമ്പൂർണ്ണമായ നിരോധനമാണ്. സംഘടനയെ നിരോധിക്കുക, അവരുടെ ആസ്തികൾ നിരോധിക്കുക, ഒപ്പം തന്നെ വ്യക്തികളെയും കൂടി നിരോധിക്കുകയാണ്. അപ്പോൾ അവർക്ക് മറ്റൊന്നിലും പോകാൻ പറ്റില്ല. അവരുടെ മരണകാലം വരെ അല്ലെങ്കിൽ ഈ കേസ് തീരുന്നത് വരെ അവർ പോപ്പുലർ ഫ്രണ്ടുകാരായി മാത്രമാണ് റെക്കോർഡിക്കലി ഉണ്ടാകുക. ഇനി അവർ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, കോൺഗ്രസിൽ പോയിക്കോട്ടെ, അത് വരും. അപ്പോഴാണ് SDPI വലിയ രീതിയിൽ തന്നെ സ്വാധീനം. കാരണം SDPI സംബന്ധിച്ച് അവർ മറ്റു പാർട്ടികൾ ചേക്കേറിയിട്ടുണ്ടെങ്കിലും അവരുടെ സ്വന്തം നിന്നുണ്ടെങ്കിൽ പബ്ലിക് ഡൊമൈനിൽ അവർക്കൊരു ഒരു പ്ലാറ്റ്ഫോം ആവശ്യമാണ്. അതുകൊണ്ടാണ് അവർ SDPI നിലനിർത്തിയിരിക്കുന്നത്. ഒരു പെട്ടെന്ന് ഇപ്പം അവർ CPM-ലോ കോൺഗ്രസിലോ BJP-ലോ ചേക്കേറി കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും തരത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ആശയവുമായി ചേർന്ന് വരുന്ന സമരങ്ങൾ നടത്താൻ ആളെ കിട്ടില്ല. അപ്പൊ പെട്ടെന്ന് ഇവർക്ക് സംഘടിക്കണമെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം വേണം. ആ പെട്ടെന്ന് സംഘടിക്കാനുള്ള പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഇവർ SDPI നിലനിർത്തിയിരിക്കുന്നത്. SDPI ഒരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് അതിനകത്ത് ആളുകൾ പോപ്പുലർ ഫ്രണ്ട് അല്ലല്ലോ SDPI അല്ലേ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോകും. അതാണ് അവരുടെ ഒരു സ്ട്രാറ്റജി. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നതിന് മുമ്പ് ഇവർ പറഞ്ഞിരുന്നു പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കാൻ പറ്റില്ല, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. നിരോധിച്ചൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് അത് അവരിൽ തന്നെ പലരും അറിയുന്നത് തന്നെ. പല ചാനലിലൊക്കെ വന്നതിന് ശേഷമാണ് അതിന്റെ പല പ്രവർത്തകരും ഈ നിരോധിച്ച വിവരം തന്നെ അറിയുന്നത്. അപ്പം SDPI നിരോധിക്കാൻ കഴിയില്ല എന്നുള്ളതല്ല. SDPI ഇപ്പോൾ നിലവിൽ UAPA ആയിട്ട് ബന്ധപ്പെടുന്ന പല കാര്യങ്ങളിലും അവരുടെ, അതായത് ഈ സാമ്പത്തിക കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ട് എന്ന് ചില വാർത്തകളും ഇതിനോട് മുമ്പ് പുറത്തു വന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരുന്നു കുറച്ചു നാൾക്ക് മുമ്പ് കോഴിക്കോടും മലപ്പുറത്തുമൊക്കെ റെയ്ഡുകൾ നടന്നിരുന്നു. നമ്മൾ കണ്ടതാണ് ആ റെയ്ഡ്. ഇവര് തടിച്ചു കൂടിയിരുന്നു. തടിച്ചു കൂടിയപ്പോൾ പക്ഷെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മുൻപൊക്കെ പോപ്പുലർ ഫ്രണ്ടുകാരുടെ വീട്ടിൽ റെയ്ഡുകൾ വരുന്നെന്ന് പറഞ്ഞാൽ വലിയ വാർത്തയായിരുന്നു. കാരണം റെയ്ഡ് വരുമ്പോൾ തന്നെ ഇൻഫർമേഷൻ പോവുകയും വലിയ രീതിയിൽ അവരുടെ പ്രവർത്തകർ തടിച്ചു കൂടുകയും ചെയ്യും, ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുകയും മറ്റൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തില് പോപ്പുലർ ഫ്രണ്ട് ഒന്നല്ല, ഏത് ചെറുതും വലുതുമായ റെയ്ഡ് നടക്കുമ്പോഴും ED ആയാലും NIA ആയാലും ഒക്കെ ഇപ്പൊ കേന്ദ്രസേനയുടെ സഹായം തേടാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു അനുഭവമായിരിക്കാം. ഇപ്പൊ ചെറിയ കള്ളനെ പിടിക്കാൻ പോയാലും ഇപ്പോൾ നമ്മളത് അത്തരത്തിലാണ് ഇപ്പൊ കണ്ടുവരുന്നത്. മറ്റേ മിഷൻ ഗണ്ണുമൊക്കെ ആയിട്ട് കേന്ദ്രസേന ഇവരുടെ കൂടെ പോകുന്നൊരു കാഴ്ചയാണ്. മുമ്പ് ആ കാഴ്ച നമ്മുടെ കേരളത്തിൽ കാണുന്ന കാഴ്ചയില്ലായിരുന്നു. കാരണം അവർ വരുന്നു സംസ്ഥാന പോലീസിന്റെ സഹായത്തോടുകൂടി ഈ പ്രതികളെ പൊക്കിക്കൊണ്ടു പോകുന്നൊരു കാഴ്ചയായിരുന്നു മുൻകാലങ്ങളൊക്കെ കണ്ടത്. എനിക്കൊന്ന് പോപ്പുലർ ഫ്രണ്ടാണ് ഈ പുതിയ ആചാരത്തിന് തുടക്കം ഇട്ട് കൊടുത്തത്. ഇവന്മാർ ഈ ആളെ കൂട്ടി തടയുന്ന പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ വന്നപ്പോൾ അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. അപ്പൊ ഇവരുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവസാനിച്ചിട്ടില്ല. ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധനം എന്ന് പറഞ്ഞാൽ എല്ലാവരും കരുതുന്നത് അവരെ നിരോധിച്ചതോടുകൂടി ആ സമസ്യ തീർന്നു, ഇല്ലെങ്കിൽ ആ നിരോധിച്ചതോടുകൂടി ആ പ്രശ്നം തീർന്നു എന്നുള്ളതല്ല പ്രശ്നം. അവരെ നിരോധിച്ചതോടുകൂടിയാണ് അതിന്റെ ആരംഭിച്ചത്. അത് ലീഗലായിട്ട് ആ കേസ് രജിസ്റ്റർ ചെയ്ത് അതിന്റെ അന്വേഷണങ്ങൾ പല വഴിക്ക് നടക്കുകയാണ്. ഈ അടുത്തും നമ്മുടെ നെട്ടാരു വധക്കേസിലെ പ്രവീൺ നെട്ടാരു, കർണാടകത്തിലെ ഒരു ചെറുപ്പക്കാരൻ, യുവമോർച്ചയുടെ നേതാവായിരുന്നു. ആ നെട്ടാരു വധക്കേസിലെ പ്രതിയെ കാസർഗോഡ് അറസ്റ്റ് ചെയ്തില്ലായിരുന്നു. അപ്പം അവരുടെ അന്വേഷണങ്ങളും കാര്യങ്ങളും നീണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം ഈ പോപ്പുലർ ഫ്രണ്ടിലെ SDPI എന്ന് പറഞ്ഞാൽ എവിടെങ്കിലും ഒരു കെട്ടിടത്തിന്റെ മുമ്പിൽ ബോർഡ് വെച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. അത് ഈ താഴെ തട്ടിൽ തന്നെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന, ഇല്ലെങ്കിൽ അവരുടെ ആ സമൂഹത്തിനിടയിൽ നന്നായി വേരൂന്നിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് പേര് മാറുക എന്നുള്ളൊരു പുതുമയുള്ള കാര്യമല്ല. നേരെ മറിച്ച് ഇപ്പോൾ ഈ സംഘപരിവാർ സംഘടനകൾ പേര് മാറുക എന്ന് പറഞ്ഞാൽ അത് വലിയ വാർത്താ പ്രാധാന്യം നേടുന്നു. ഇവര് പേര് മാറിയാൽ അറിയില്ല. നന്മ എന്നൊക്കെ പറഞ്ഞാണ് ഇവരുടെ പേര്. നന്മ, സൗഹൃദം, സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരുടെ ഈ പേരുകൾ കൂടുതലും വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ നമുക്ക് ഇത് അറിയാൻ കഴിയില്ല.
എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ ഗസയുടെ മറവിൽ ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് വീണ്ടും സജീവമാകാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കപ്പെടേണ്ടതാണ്, ഇതിന്റെ ഒരു വിഭാഗം, ഈ SDP ആയാലും പോപ്പുലർ ഫ്രണ്ടിന്റെ ആയാലും ഒരു വിഭാഗം ഹമാസിന്റെ മൊഡ്യൂളുകൾ ഇന്ത്യയിൽ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്, സ്ലീപ്പർ സെല്ലുകൾ ഹമാസ്. കഴിഞ്ഞ ദിവസം ലഷ്കർ-e തോയ്ബയുടെ നേതാവ് പാകിസ്ഥാനിൽ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഹമാസുമായി ചേർന്നാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്, ഹമാസിന്റെ ഓഫീസേഴ്സുമായിട്ട് ഇല്ലെങ്കിൽ അവരുടെ ഉന്നത വൃത്തങ്ങളുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. നമ്മുടെ പാക് കാശ്മീരിലൊക്കെ ഈ അടുത്ത സമയത്ത് ഹമാസിന്റെ നേതാവ് വന്നത് ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ അത് ചെയ്തിരുന്നു. അപ്പോൾ അവർ വരുന്നുണ്ട്, ഞങ്ങൾ അവരുമായി ചേർന്നിട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം സംഘടനകൾ ചെയ്യുന്ന കാര്യം എന്താണോ ഈ കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് പറയും. അതായത് നമ്മൾ കാറ്റുള്ളപ്പോൾ നമ്മൾ തൂറ്റിയെടുക്കുക എന്ന് പറയും. ഞങ്ങളുടെ കുട്ടനാടൊക്കെ നെല്ല് മുമ്പ് അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ഈ കൊട്ടരയിൽ പിടിച്ചിട്ട് ഈ കാറ്റ് വരുന്നതനുസരിച്ച് നെല്ലും പതിരും വേർതിരിക്കുവാൻ. അപ്പൊ ഇത് എന്താണോ കാറ്റ്, ആ ഓളത്തിനൊപ്പം പോകുന്നതാണ് ഇത്തരം സംഘടനകൾ നമ്മൾ കണ്ടുവരുന്നത്. പൊളിറ്റിക്കൽ സംഘടനകളും അങ്ങനെ തന്നെയാണ്, പക്ഷെ ഭീകര സംഘടനകൾ ഇത്രയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ളത് പലസ്തീൻ വിഷയത്തിനാണ്. അപ്പൊ ഈ പലസ്തീൻ വിഷയത്തില് അതിന്റെ മറ പിടിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഹമാസിന്റെ സ്ലീപ്പർ സെല്ലുകൾ വർക്ക് ചെയ്യുന്നത്. ഹമാസ് എന്ന പേരിലല്ല, പലസ്തീൻ ഐക്യദാർഢ്യം, ഇല്ലെങ്കിൽ പിന്നെ ഗസയിലെ കുഞ്ഞുങ്ങൾ, ഇല്ലെങ്കിൽ സ്നേഹദീപം, ഇങ്ങനെ പല പല പേരുകളിൽ ഇത് സജീവമാക്കി എടുക്കുകയാണ്. അതായത് എപ്പോഴും നമുക്ക് ആൾ കത്തിച്ച് നിർത്താൻ ഒരു വിഷയമുണ്ട്. ഈ ഹിന്ദു മുസ്ലിം വിരോധം ഇനി വലുതായിട്ട് ഇന്ത്യയിൽ ഓടില്ല. അത് തുടക്കകാലങ്ങളിൽ ഭീകര സംഘടനയും മതമൗലികവാദിക സംഘടനകളും ഇഷ്ടംപോലെ യൂസ് ചെയ്തിട്ട് അവർ കയറി വരാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു ബേസ് മാത്രമായിരുന്നു. ഇനി രണ്ടാമത്തെ സാധനം, നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള മൂവ്മെന്റും വിജയിക്കില്ല. നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള മൂവ്മെന്റ് വിജയിക്കണേ പൊളിറ്റിക്കലി മൂവ്മെന്റ് മാത്രമേ വിജയിക്കൂ, സംഘടനാ മൂവ്മെന്റുകൾ വിജയിക്കില്ല. പൊളിറ്റിക്കലി മൂവ്മെന്റ് വിജയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ ചെയ്യുന്ന കണക്ക് വലിയ ആരോപണങ്ങൾ കൊണ്ടുവരിക, വലിയ പ്രക്ഷോഭങ്ങൾ കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് പൊളിറ്റിക്കലി മൂവ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ അതിനുള്ള കരുത്ത് ഇവർക്കില്ല. ഇനി ഒരു മറ്റു സംഘടനയിൽ നുഴഞ്ഞു കയറിയാലും ആ സംഘടനകൾക്കും അതിനുള്ള കരുത്തില്ല എന്ന് മാത്രമല്ല, കാതലായ കാരണങ്ങളൊന്നും തന്നെ സമരത്തിനില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ഈ വിഷം കുത്തിവെച്ച് നിലനിർത്തണം. ഈ 6 മാസം കൂടുമ്പോൾ വിഷം ഇഞ്ചക്ട് ചെയ്താൽ മാത്രമല്ല ഈ വിഷമായാലും മരുന്നായാലും നമ്മുടെ ശരീരത്തിൽ കാണത്തുള്ളൂ. അപ്പൊ ഹിന്ദു മുസ്ലിം വിരോധത്തിന് ഇനി വലിയ സ്കോപ്പില്ല. അത് കാരണം ഇനി അത് മുമ്പോട്ട് പോകും. മുസ്ലിം സമുദായം തിരിച്ചറിയുന്നുണ്ട്, ഹിന്ദുക്കളെ അകറ്റി നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇല്ലെങ്കിൽ നാളെ ഒരു മതരാഷ്ട്രം വരില്ല എന്നുള്ള ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾക്ക് കൃത്യമായി തന്നെ അറിയാം. അപ്പോൾ അത് ഒരു അജണ്ട ഇനി കത്തിച്ചു വെക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ചെയ്യേണ്ടത് ഇസ്രയേലിന്റെ ബന്ധങ്ങളാണ്. അതിന്റെ ഭാഗമായിട്ട് ഹമാസിനെ കൂട്ടുപിടിക്കുന്നു, ഇല്ലെങ്കിൽ ഈ പലസ്തീൻ അനുകൂലം എന്ന് പറയുന്നു. അതിന്റെ ഭാഗമായിട്ടായിരുന്നു കുറച്ചുനാൾക്ക് മുമ്പ് ടാറ്റയുടെ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു വസ്ത്രശാല ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്തു. അതിനുശേഷം മഹീന്ദ്രയുടെ വണ്ടികൾ ആരും എടുക്കരുത്, മഹീന്ദ്ര ഇസ്രായേലുമായിട്ട് ചേർന്നിട്ട് വെപ്പൺസ് മറ്റും ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അദാനിക്കെതിരെ ഉറഞ്ഞു തുള്ളുന്നതിന്റെ കാരണം ഈ അദാനിയും ടാറ്റയും മഹീന്ദ്രയുമാണ് ഈ റിലയൻസിലെ ഡിഫൻസ് കമ്പനികളുമായി ചേർന്നുകൊണ്ട് ഇത് പ്രൊഡക്റ്റ് ചെയ്യുന്നത്, ഡ്രോണുകളായാലും മറ്റുള്ളതൊക്കെ ഉണ്ടാക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് അത് ഉയർത്തിക്കൊണ്ടുവന്നത്. ഇതിന്റെ ഒരു വലിയ ഇമ്പാക്റ്റ് ആണ് നമ്മൾ കണ്ടത്. ഈ ഒരു തുണി കഴുത്തെ ചുറ്റിക്കൊണ്ട് സമ്മേളന വേദിയിലൊക്കെ സാംസ്കാരിക നായകരെ മറ്റുള്ളവരെ അണിനിരത്തിക്കൊണ്ട് ഗസയ്ക്ക് വേണ്ടിയിട്ട് വിലപിക്കുന്നവരുടെ പിന്നിലും ഇത് തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഫണ്ട് എവിടുന്നാണ് വരുന്നതെന്ന് വെച്ചാൽ സേവ് ഗസ ഫണ്ടാണ് ഈ വരുന്നത്. അതായത് പാലസ്തീനിലുള്ള ഹമാസിന്റെ ആ ഫണ്ടഡ് ഏജൻസികൾ തന്നെയാണ് ഈ ഫണ്ടും ചെയ്യുന്നത്. അതായത് ലോകത്തുള്ള ഭീകര സംഘടനകൾ കൃത്യമായി തന്നെ അജണ്ട നിശ്ചയിച്ച് പൈസ ഏൽപ്പിക്കുന്നത്, അല്ലാതെ ചുമ്മാതിരിക്കുന്നതിനല്ല പൈസ ഏൽപ്പിക്കുന്നത്. അതായത് ഓരോ കാലഘട്ടത്തിലും അവർക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ട്, ആ ലക്ഷ്യങ്ങളിലേക്കാണ് മുൻപോട്ട് പോകുന്നത്. നമ്മൾ മുമ്പൊരിക്കലും ഞാൻ വളരെ വിശദമായി തന്നെ പറഞ്ഞിരുന്നു, കൃത്യമായി തന്നെ അജണ്ടയോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഈ RSS നയിക്കുന്ന BJP ഇല്ലെങ്കിൽ സംഘപരിവാറിലെ രാഷ്ട്രീയ മുഖമായി BJP മുമ്പോട്ട് പോകുന്നു. ഞാൻ കൃത്യമായി മുമ്പ് ധനുഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ വർഷം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അതായത് 2026 to 2029 ഈ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്ന സ്കെലിറ്റനുകൾ കൂടി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതായത് ഇതിനു മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനുഷ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നരേന്ദ്രമോദി സർക്കാരിന്റെ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും, അവർ ഈ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ അനങ്ങുകയില്ല. നമ്മൾ വിചാരിക്കും ഇവരെന്താ വരാത്ത. അപ്പൊ നമ്മുടെ ആളുകളും സംഘപരിവാർ അനുകൂലികളും ചോദിക്കും, വിളിക്കടാ പട്ടാളത്തെ, വെടിവെക്കടാ എന്നൊക്കെ പറഞ്ഞു അലറും, പോസ്റ്റൊക്കെ ഇടും. അനങ്ങത്തില്ല, മോദി അനങ്ങത്തില്ല, ഷായു അനങ്ങത്തില്ല. കാരണം ഇവർ വാച്ച് ചെയ്യുകയാണ് ഇതിനകത്ത് എത്ര പേര് വരുന്നു എന്നുള്ളത്, ആരൊക്കെ വരുന്നു, ഏതൊക്കെ മാളത്തിൽ നിന്നാണ് വരുന്നത്, ഇതെല്ലാം വാച്ച് ചെയ്ത് ഇവരെല്ലാം വലയിലായി കഴിഞ്ഞു എന്ന് തോന്നിക്കഴിയുമ്പോൾ ഒരടിയാണ് അടിക്കുന്നത്. അതൊരു നല്ലൊരു സ്ട്രാറ്റജിയാണ്, നല്ലൊരു തന്ത്രം തന്നെയാണ്. നമ്മൾ കണ്ടാണ് പൗരത്വ ഭേദഗതി സമരം 1 വർഷമാണ് നീണ്ടുന്നത് ഡൽഹിയിൽ. അതെല്ലാം കഴിഞ്ഞ് ഏകദേശം എല്ലാവരും വലയിലായി കഴിഞ്ഞപ്പോഴാണ് തൂത്തുവാരിയിട്ട് അടിയും കൊടുത്തു പിന്നീട് സംഘടന തന്നെ നിരോധിച്ച് കളയുന്ന ഒരു രീതി വന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞിരുന്നു, ഈ 2025 ശേഷം പിന്നീടുള്ള മൂവ്മെന്റ് നടക്കുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഈ മതത്തിന്റെ പേരിൽ, മതപരിവർത്തനത്തിന്റെ ഒക്കെ പേരിൽ അനവധി NGOകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ നവസഭകൾ എന്നാണ് അതിനെ നമ്മൾ അറിയപ്പെടുന്നത്, നവസഭകൾ.
അതായത് പരമ്പരാഗതമായ ക്രിസ്തീയ സഭകളല്ല, നവസഭകൾ പ്രത്യേകിച്ച് ഒരു പേരൊക്കെ ഇട്ടിട്ട് ഏതെങ്കിലും ഒക്കെ ഒരു പേരിൽ പ്രവർത്തിക്കുകയാണ്. ഇപ്പൊ എന്താണ്, ഇന്ത്യ വിഷൻ എന്നോ ഇല്ലെങ്കിൽ ഇന്ത്യ മിഷൻ എന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ പറയും കുടിവെള്ളത്തിന് വേണ്ടി, പാവപ്പെട്ടവരുടെ കുടിവെള്ള ദാഹം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, ഞങ്ങളുടെ പ്രൊജക്ട് അതാണെന്നുള്ളത്. പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇവർ മതപരിവർത്തനം ചെയ്യുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ മതത്തിലേക്ക് ആളെ ചേർക്കുകയല്ല ചെയ്യുന്നത്. പകരം ഇവരുടേതായിട്ടൊരു ഗ്രൂപ്പുകൾ സൃഷ്ടിക്കപ്പെടുകയാണ് ഈ രാജ്യത്ത്. അതായത് ഇത്തരം ഗ്രൂപ്പുകൾ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയും. അതായത് ഈ ഗ്രൂപ്പുകൾ എന്ന് പറയണം അവർ വോട്ട് ചെയ്യരുത്, ഇവർ വോട്ട് ചെയ്യണം എന്ന് അങ്ങനെ സ്വാധീനിക്കാൻ കഴിയും. എന്നാൽ ഇവർക്ക് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ പോരെ, അത് ചെയ്യില്ല. പകരം ഇതേ രീതിയിൽ ഇവരെ ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കുകയും പതുക്കെ രാജ്യവിരുദ്ധരാക്കിക്കൊണ്ടുള്ള മാറ്റുകയുമാണ് ചെയ്യുന്നത്. മോദി ശരിയല്ല, ഹിന്ദുക്കൾ ശരിയല്ല, അവര് ശരിയല്ല, അങ്ങനെ വിദ്വേഷം കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ 2025 മുതൽ തുടരുന്ന ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇത്തരം സംഘടനകളെ പുകച്ച് പുറത്തു ചാടിക്കുകയാണ്. ഇന്ത്യയിൽ 282 സംഘടനകളാണ് ഇപ്പോൾ റെക്കോർഡിക്കലി ഇത്തരത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്, ഇങ്ങനെയുള്ള സംഘടനകൾ. ഈ സംഘടനകൾക്ക് ക്രിസ്തീയ സഭകളുമായിട്ടോ ഇല്ലെങ്കിൽ മറ്റ് സംഘടനകളുമായി യാതൊരു ബന്ധവുമില്ല. ഇതിന് പുറത്തുനിന്ന് വരുന്നൊരു വലിയ, അതുകൊണ്ടാണ് ഈ ആൾക്കാർ ക്രിപ്റ്റോ കറൻസി, എന്താ ക്രിപ്റ്റോ ക്രിസ്ത്യാനി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഫണ്ട് മേടിച്ചിട്ടുള്ള ഒരു ചെറിയ വിഭാഗത്തിനെ അങ്ങനെ കളിയാക്കുന്നതാണിത്. പക്ഷെ ശരിക്കും അതല്ല, ഈ ഗ്രൂപ്പുകളാണ്. ഈ ഗ്രൂപ്പുകൾ ആരാണോ ആരാണോ നിയന്ത്രിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട്. ആ ഒരു ഗ്രൂപ്പുകളുടെ മുഴുവൻ കണ്ടെത്തുകയും ഇറാഡിക്കേറ്റ് ചെയ്യുകയുമാണ് നമ്മുടെ ഈ ഒരു വർഷത്തിൽ നടന്നു വരുന്ന ഒരു ഓപ്പറേഷൻ. അതിനോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ 2.5 ആണ് ഇന്ത്യയുടെ ശത്രുക്കൾ. അതിൽ 0.5 എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെയാണ്. ആ 0.5നെ ഇല്ലായ്മ ചെയ്യുകയാണ്. കാരണം നമ്മുടെ സൈനികരായാലും നമ്മുടെ മറ്റു വിഭാഗങ്ങളായാലും ഇപ്പോൾ ഇച്ചിരി റെസ്റ്റിലാണ്. കാരണം നമ്മളുടെ രാജ്യത്ത് ഏറ്റവും വലിയ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ കാർന്ന് തിന്നുന്ന ഏറ്റവും വലിയ വിപത്തായിരുന്നു നക്സലിസം. ആ നക്സലിസം ഏതാണ്ട് പൂർണ്ണമായിരിക്കുന്നു. 2026 മാർച്ച് 31 ശ്രീമാൻ അമിത്ഷാ ഒരു വലിയ പ്രഖ്യാപനം നടത്തും. കാരണം അദ്ദേഹം അത് പ്രതിജ്ഞ ചെയ്തതാണ്. അദ്ദേഹം അത് ഓരോ ദിവസവും കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. കാരണം ഈ നക്സലിസത്തിന്റെ വാർത്തകൾ കൃത്യമായി തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസത്തിൽ നടക്കുന്ന ഓപ്പറേഷൻ ചെറുതായാലും വലുതായാലും നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ അത് കൊടുക്കാറുമുണ്ട്. ഇതിൽ മാർച്ച് 31 അദ്ദേഹം ഇന്ത്യ നടത്തുന്ന ഏറ്റവും വലിയ പ്രസ്താവന നക്സൽ മുക്ത ഭാരതം എന്നാണ്. അത് ഏതാണ്ട് അടുക്കാറായിരിക്കുന്നു. ഏതാണ്ട് 96% നക്സലുകളെ ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ഗ്രാമങ്ങളും ഏതാണ്ട് മോചിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് കഴിഞ്ഞു. ഇനി അടുത്ത വാഷിംഗ് എന്ന് പറഞ്ഞാൽ ഇതേ കണക്കുള്ള സംഘടനകളെയാണ്. അതായത് ഇത്തരം സംഘടനകൾ വളരെ സജീവമാണ്. വടക്കിഴക്കൻ മാത്രമല്ല പല സംസ്ഥാനങ്ങളും സജീവമാണ്. അതുകൊണ്ടാണ് ഇത്തരം സംഘടനകളെ ചിലരെയൊക്കെ പിടിച്ച് അകത്തിട്ട് കഴിയുമ്പോൾ ആരും ചോദിക്കാനും പറയാനും വരാത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ അവർ, ഈ ആളുകൾക്ക് നന്നായി അറിയാം ഇത് മതപരിവർത്തനോ ഇല്ല, മതത്തിനെ കുറിച്ച് സംസാരിക്കാൻ പോയതല്ല. അതിന്റെ മറ പറ്റിക്കൊണ്ട് ഇതിന്റെ പിന്നിൽ ഒരു വലിയ റാക്കറ്റുണ്ട്. ഒരുപക്ഷെ പിടിക്കുന്ന വ്യക്തിക്ക് ആ റാക്കറ്റിനെ കുറിച്ച് അറിയില്ല. പിന്നീട് അന്വേഷിച്ച് ചെല്ലുമ്പോൾ മാത്രമായിരിക്കും അതിന്റെ ഒരു ലിങ്ക് കിട്ടുന്നത് എന്ന് ഞാനീ പറയുമ്പോൾ കരുതും ഈ വർഗീയവാദം പറയണം. ഒരിക്കലും വർഗീയവാദം പറയുകയല്ല. ഇത്തരത്തിലുള്ള ഈ രീതികൾ ഉണ്ട്. അപ്പൊ ഇത് പല പേരുകളുണ്ട്. പരിസ്ഥിതിയുടെ പേരിലുണ്ട്, ഹിന്ദു സംഘടനകളുടെ പേരിലുണ്ട്. കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഹിന്ദു സംഘടന, ഇവിടെ UP-യിലെ ഒരു വലിയ മൗലവി ബോംബെയിൽ നിന്ന് അറസ്റ്റ് ചെയ്തല്ലോ. അദ്ദേഹം എന്താണ് ഭാരത് സേവ സംഘം എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ചാരിറ്റിയാണ് നടത്തിക്കൊണ്ടത്. പുള്ളിയുടെ മെയിൻ പണി മതപരിവർത്തനമായിരുന്നു. ഇസ്ലാം മതത്തിലേക്ക് ആളെ ചേർക്കായിരുന്നു. അതായത് 400 കോടി രൂപ എങ്ങാണ്ട് ഇതിനൊക്കെ ബ്ലാക്ക് മണി ഇത് പിന്നെ മണി ലോണ്ടറിങ് നടത്തിയിട്ട് ആ ഒരു കേസ് കൊണ്ടുവന്നത്. ഒരു വലിയ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അത് വലിയ വിവാദമായിരുന്നത്. ആ പുള്ളിയൊക്കെ അറസ്റ്റ് ചെയ്തില്ലേ. അപ്പൊ പേരുകൾ പലതും നമുക്ക് സ്വീകരിച്ചിട്ട് ആ രീതിയിൽ തന്നെ പോകുന്നുണ്ട് കഴിയും. ഏതായാലും പോപ്പുലർ ഫ്രണ്ടിനെ നമ്മൾ നിരോധിച്ച് കൃത്യമായി തന്നെ അതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അത് മുമ്പോട്ട് പോകും തോറും ഇത് കണക്കുള്ള നിരന്തര റെയ്ഡുകളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. കാരണം ഇവർ നമ്മുടെ റഡാറിലാണ്. നിരോധിക്കുന്ന സമയത്തെ തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു, ഇതിന്റെ പ്രവർത്തകർ ഇനി ഏത് വേഷം കെട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ റഡാറിലാണ്. ഇവിടെ നടക്കുന്ന ചെറിയ മൂവ്മെന്റ് പോലും നമ്മുടെ ഈ റഡാറിലാണ്. ഇത് ഞാൻ ഒരു ചെറിയ ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാം. ഞാൻ 2022 ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഉത്തർപ്രദേശിൽ പോയപ്പോൾ, എനിക്ക് ഉത്തർപ്രദേശിൽ നേരത്തെ പോയിട്ടും എനിക്ക് പരിചയമുള്ളൊരു സ്ഥലമായതുകൊണ്ട് ഞാൻ അവിടുത്തെ ചില കടക്കാരോടും മറ്റും രാത്രിയിൽ അവരോട് ചോദിച്ചു, ഇപ്പൊ പഴയ കണക്ക് ഗുണ്ടാരാജൊക്കെ ഉണ്ടോന്ന്. അപ്പൊ അവരെന്നോട് ചോദിച്ചത്, നീ തിരിഞ്ഞു നോക്കൂ, ഒരു നിഴല് കാണുന്നില്ലേ? ഞാൻ പറഞ്ഞു, കാണുന്നുണ്ട്. അത് എന്റെ നിഴലാണ്, അത് നിന്റെ നിഴലല്ല, അത് യോഗിയുടെ നിഴലാണ്. എല്ലാവരുടെയും പിന്നിലൊരു നിഴലുണ്ട്, അത് യോഗിയുടെ നിഴലാണെന്നാണ് പറഞ്ഞത്. അതായത് അങ്ങനെ ഒരു എന്താണ് പറയുന്നത്, അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് UP പോകുന്നത്. അതായത് ഒരു നിഴൽ, നീ നിന്റെ നിഴലിനെ സൂക്ഷിക്കുക, അത് യോഗിയാണ്, വേണ്ടാത്ത പണിക്ക് പോകരുതെന്നാണ് അദ്ദേഹം നൽകിയ സൂചന. ഇതുപോലെ തന്നെയാണ് ഈ നിരോധിക്കപ്പെട്ട സംഘടനകളായാലും ഇവിടെ നടക്കുന്ന ചെറുതും വലുതുമായ എല്ലാ മൂവ്മെന്റുകളായാലും അത് കൃത്യമായി തന്നെ കേന്ദ്ര ഏജൻസികളുടെ കണ്ണിൽ പെടുന്നുണ്ട്. ഇല്ല, പെടുത്താൻ ഒരുപാട് പേരുണ്ട്.
എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരുപാട് ആളുകളുണ്ട് ഇത്തരം ചെറിയ കാര്യങ്ങളും മൂവ്മെന്റുകളും ഒക്കെ ഏജൻസികളെ അറിയിക്കാനൊക്കെ. അത് പ്രതിഫലം വാങ്ങിക്കൊണ്ട് ചെയ്യുന്നവരെ അല്ല, അത് പ്രതിഫലമൊന്നും ഇല്ലാതെ തന്നെ രാജ്യത്തിനെ സ്നേഹിച്ചുകൊണ്ട് ഒരുപാട് വാല്യബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൈമാറുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് രാജ്യം മുഴുവൻ റഡാറുകളാണ്. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ. മുമ്പ് അതില്ലായിരുന്നു. മുമ്പ് എല്ലാവരും പിന്നെ അവനവന്റെ കാര്യം നോക്കി പോവുകയാണെങ്കിൽ ഇപ്പോഴങ്ങനല്ല. പോകുന്ന കൂട്ടത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളോടുണ്ടെങ്കിൽ അതോടൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് പോകാമെന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ സംഭവങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, വലിയ വലിയ ഇഷ്യൂസുകളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇത് SDPI എന്ന് പറയുന്നത് ഒരു ആർക്കും തകർക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയോ നിരോധിക്കാൻ പറ്റാത്ത രാഷ്ട്രീയ പാർട്ടിയോ ഒന്നുമല്ല. ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടി നിരോധിച്ച ചരിത്രമുണ്ട്. ഒരുപക്ഷെ നിരോധിച്ചേക്കാം. നിലവിൽ നിരോധിക്കാനുള്ള പഴുതുകളില്ല എങ്കിലും പോലും അത് നിരോധിക്കപ്പെട്ടേക്കാം. അതിനകത്ത് എന്തായാലും നിരോധനത്തിന്റെ പക്കലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷെ അപ്പോഴും തനിഷ് ആദ്യം പറഞ്ഞതുപോലെ ഇത് നിരോധിച്ചുകൊണ്ട് ഈ ആശയം തീരുമോ എന്ന് ചോദിച്ചാൽ ആശയം തീരില്ല. കാരണം ആശയം ഒരിക്കലും മരിക്കില്ല. ഇല്ലെങ്കിൽ പിന്നെ ചൈനയിൽ ആശയം മരിച്ചോ? ഉയ്ഗൂറുകളെ നിരന്തരം പീഡിപ്പിച്ചിരുന്നു. ഉയ്ഗൂറുകൾ ആരെങ്കിലും ബുദ്ധമതം സ്വീകരിച്ചോ? ഇല്ലെങ്കിൽ കമ്മ്യൂണിസം സ്വീകരിച്ചോ? ഇല്ല. ഈ അടുത്ത് പള്ളി അച്ഛന്മാരെ പള്ളിയൊക്കെ തകർത്തു. ആ ആശയം തകർക്കാൻ കഴിയില്ല. അത് അകത്തേക്ക് കുത്തിവെക്കപ്പെട്ടിരിക്കുന്ന ഒരു വലിയ മരുന്നാണ്. ആ മരുന്ന് മാറ്റാൻ കഴിയില്ല. ആ മരുന്ന് മാറ്റണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, വികസനം എത്തിക്കുക. വികസനം എത്തിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായി മാറില്ലെങ്കിലും കുറച്ചൊക്കെ മാറാൻ കഴിയും. അതാണ് ഇപ്പൊ നരേന്ദ്രമോദി ഇപ്പൊ ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീടില്ലാത്തവന് വീട് കൊടുത്തു കഴിയുമ്പോഴത്തേനും പിന്നെ അവനെ നാളെ വീടില്ലല്ലോടാ, നീ മുസ്ലിം ആയതുകൊണ്ട് നിനക്ക് വീടില്ലെന്ന് പറഞ്ഞ് കുത്തിയിളക്കാൻ പറ്റത്തില്ല. വീട് കൊടുത്തല്ലോ, വീടുണ്ടല്ലോ, ഗ്യാസ് വന്നു, വെള്ളം വന്നു. അപ്പൊ അങ്ങനെ വികസനത്തിൽ വന്നതുകൊണ്ട് നമ്മൾ ചേർത്ത് പിടിക്കുക. ഒപ്പം തന്നെ ഇവർ പൂർണ്ണമായും മാറില്ല എന്നൊരു ധാരണ കൂടി നമ്മൾ വെച്ചു പുലർത്തുക. പൂർണ്ണമായി മാറുന്നവർ അത്തരത്തിൽ വരട്ടെ എന്നുകൂടി നമ്മൾ ചിന്തിക്കുക. കാരണം ഇപ്പോൾ ഈ മുസ്ലിം സമുദായത്തെ തന്നെ വലിയ രീതിയിൽ ഇതിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നത്, അതായത് പൊതുധാരയിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്ന വലിയ പങ്കാണ് ഇത്തരം സംഘടനകൾ വഹിക്കുന്നത്. ചെറിയ പങ്കൊന്നും അല്ല അവർ വഹിക്കുന്നത്. എന്തൊക്കെ കള്ളത്തരങ്ങളാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. ആദ്യം പറഞ്ഞിരുന്നത് BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന പിന്നെ ഒരു മുസ്ലിമിനും ഇവിടെ ജീവിതം ഉണ്ടാകത്തില്ല, എല്ലാവരെയും കുനിച്ചു നിർത്തി തലവെട്ടും, പിന്നെ അതുപോലെ തന്നെ കയ്യും കാലും കളയും എന്ന് പറഞ്ഞു. ഈ 11 വർഷത്തിനിടയ്ക്ക് എത്ര മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് നോക്ക്. ഈ കണക്കെടുക്കുന്ന കൂട്ടത്തിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ട കണക്കൂടുന്ന് എടുത്താൽ നന്നായിരുന്നു. അതും കൂടെ നമ്മൾ കണക്കെടുക്കുമ്പോൾ എല്ലാവരും എടുക്കണ്ടേ? അതാണല്ലോ ന്യായം. അല്ലാതെ മുസ്ലിം ഇത്ര മരിച്ചു. ഈ അടുത്തൊരു ചാനൽ കാണിക്കുന്നുണ്ട് 300 സംതിങ് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ രാജ്യത്ത് ഈ 11 വർഷത്തിനിടയിൽ. എടാ, കൊല്ലപ്പെട്ട ഹിന്ദുവിന്റെ കണക്കൊന്നും എടുത്ത് 10,500 മേളി വരും. അത് മിണ്ടില്ല. ഈ ഗോദ്രയില് കൊല്ലപ്പെട്ട മുസ്ലിങ്ങളുടെ കണക്ക് വരും, ഹിന്ദുക്കളുടെ കണക്ക് വരില്ല. ഈ കലാപം ഗോദ്ര അല്ലെ നമ്മൾ ഗുജറാത്ത് റൈഡിന്റെ കാര്യത്തിൽ പറഞ്ഞു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കണക്കെടുക്കുമ്പോൾ സത്യസന്ധമായി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. കാരണം ഏറ്റവും സുരക്ഷിതമായി ലോകത്ത് മുസ്ലിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതും അവരുടെ എല്ലാ സ്വാതന്ത്ര്യത്തിലും നിസ്കരിക്കാൻ കഴിയുന്നതും എല്ലാ മത സ്വാതന്ത്ര്യവും അനുവദിച്ചിട്ടുള്ള രാജ്യം ഇന്ത്യയാണ്. കാരണം ലോകത്ത് ഒരു രാജ്യത്തും ഇതേപോലെ നടക്കാൻ കഴിയില്ല. സൗദി അറേബ്യ ചെന്ന് മുദ്രാവാക്യം വിളിച്ച് നടക്കാൻ കഴിയുമോ? പാലസ്തീൻ അനുകൂലമായിട്ട് സേവ് ഗസ എന്ന് പറയാൻ കഴിയുമോ? പിടിച്ച അപ്പോഴേ അകത്തിടത്തില്ലേ? മുസ്ലിം രാഷ്ട്രമല്ലേ അത്? ഈ ഇന്ത്യയിൽ അത് നടക്കും. ഇന്ത്യയിലെല്ലാം നടക്കും. സ്വതന്ത്രമായിട്ട് അവന്റെ മതം പ്രചരിപ്പിക്കാൻ കഴിയും. സ്വതന്ത്രമായിട്ട് അവന് നിസ്കരിക്കാൻ കഴിയുന്നുണ്ട്. വേറെ ഏത് രാജ്യത്ത് പറ്റുന്നുണ്ട്? നിസ്കരിക്കുമ്പോൾ പേടിച്ചിട്ടായിരിക്കും നിസ്കരിക്കുന്നത്. പല രാജ്യത്തും ബോംബ് പൊട്ടുപോകുന്നു ചില രാജ്യങ്ങൾ വിചാരിക്കും. ചില രാജ്യങ്ങൾക്ക് നിയമങ്ങളും നിയമസംഹിതകളും ഉണ്ട്. ഇവിടെ എല്ലാത്തിനും ഒരു നിയമവും ചട്ടക്കൂടും ഉണ്ട്. എല്ലാ മതങ്ങൾക്കും ഉണ്ട്. അത് മുസ്ലിംസിന് മാത്രമല്ല, എല്ലാ മതങ്ങൾക്കും ഉണ്ട്. ഇന്തോനേഷ്യയാണ് ഏറ്റവും കൂടുതൽ മുസ്ലിംസിലുള്ളത്. 2ാം സ്ഥാനം ഇന്ത്യക്കാണ്. ഇവിടെ ഈ ഏറ്റവും കൂടുതൽ ഉള്ള ഈ രാജ്യത്ത് അത്രയും സുഖകരമായിട്ട് ഈ ലോകത്ത് വേറെ ഏത് രാജ്യത്താണുള്ളത്? ചൈന ഭരിക്കുന്നത്. കാരണം ഇവിടെ ഭരിക്കുന്നത് മുസ്ലിം പാർട്ടിയോ മുസ്ലിമോ അല്ല. നമ്മുടെ ചൈന ഭരിക്കുന്നത് മുസ്ലിം അല്ലല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ. അവിടെ എന്തെങ്കിലും സുരക്ഷിതത്വമുണ്ടോ? ഇല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മനസമാധാനമുണ്ടോ? ഇല്ല. ഇനി നേപ്പാളിലുണ്ടോ? ഇല്ലെങ്കിൽ നേപ്പാൾ കുത്തെഴുതി നടക്കുന്ന രാജ്യത്ത് പറയാം. ഇനി അതായത് ഈ മുസ്ലിം അല്ലാത്തവർ ഭരിക്കുന്ന രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആർഭാടമായിട്ടും സ്വാതന്ത്ര്യമായിട്ടും സ്നേഹത്തോടും കഴിയുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാ മതങ്ങളും സന്തോഷത്തോടു കൂടി എത്താനാണ് കഴിയുന്നത്, അല്ലെ? ഒരു ഉദാഹരണം പറയൂ. എവിടെയെങ്കിലും ഒരിടത്ത് ഈ പിന്നെ ഫ്രാൻസിൽ പള്ളിയെല്ലാം കൂടെ ഇപ്പൊ അടിച്ചു പൊളിച്ച് കണക്കെടുത്ത് ഇപ്പൊ പ്രശ്നം കൊണ്ട് മാക്രോൺ എന്താ ചെയ്തത്? ഓടിച്ചിട്ട് അടിക്കുകയല്ലേ അവിടെ ചെയ്തത്. ന്യൂസിലൻഡ് കണക്കുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ എന്താണ്? അവര് പള്ളി കെട്ടിക്കൊടുക്കും, പ്രാർത്ഥനാലയം. ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. അതല്ലാതെ അമ്പരചുംബി കണക്കുള്ള വലിയ പള്ളികളും AC റൂമൊന്നും നിങ്ങൾ പണിയണ്ട. ഞങ്ങൾ ഇവിടെ ആരാധനാലയം കെട്ടിയിട്ടുണ്ട്, അതിനകത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കണം. എത്ര രാജ്യത്ത് ഈ ബുർഖ നിരോധിച്ചു? വ്യാപകമായിട്ട് തന്നെ. ഈ രാജ്യത്ത് നിരോധിച്ചോ? ഇല്ലല്ലോ. എന്തൊക്കെ തരത്തിലുള്ള എല്ലാവർക്കും നിയമങ്ങൾ പലയിടത്തും പല യൂറോപ്യൻ രാജ്യങ്ങളടക്കം കൊണ്ടുവന്നു, ഇവിടെ കൊണ്ടുവന്നു. ഈ 11 വർഷമായിട്ട് ഈ രാജ്യത്ത് ബ്രിട്ടനിൽ നടന്ന പോലെ ഒരു കലാപം നടന്നു. ബ്രിട്ടനിൽ 100 നഗരങ്ങളായിരുന്നു ഒരേ സമയത്ത് ആഴ്ചകളോളം നീണ്ടുന്ന ഈ വർഗീയ കലാപം നടന്നു. ഈ രാജ്യത്ത് നടന്നോ? ഇല്ല. പലയിടത്തും നോക്ക്, എങ്ങുമില്ല. അപ്പൊ വെറുതെ മോദിക്ക് എതിരെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ മനുഷ്യനെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ചീത്ത വിളിച്ചോളൂ. പക്ഷെ അത് പറയണം. എന്താ എനിക്കറിയാം, അത് പറയും. ഇങ്ങനൊരു കാരണം പറയാൻ നന്നായിരിക്കും.
എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് ആ മനുഷ്യനെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു അസൂയ, അസ്വസ്ഥതയൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ചീത്ത വിളിക്കുന്നത്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പുള്ളിയെ ചീത്ത വിളിക്കുമ്പോൾ എനിക്കൊരു സുഖം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണെങ്കിൽ അതൊരു മാന്യതയാണത്, അതിനൊരു റീസൺ ആണ്. അപ്പൊ ഏതായാലും പോപ്പുലർ ഫ്രണ്ടിന്റെ കാര്യങ്ങൾക്കൊരു തീരുമാനമാകുന്നു, ഉടനെ ഇല്ലെങ്കിൽ പോലും ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യങ്ങൾ.